നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓനെ, നീ എന്താടാ ഇങ്ങനെ? അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് ശരിയാണോ? അച്ഛൻ പറയുന്നതെന്ന് ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതും അങ്ങനെ തന്നെയാ. അച്ഛന്റെ മനസ്സിൽ ഞങ്ങളോട് അത്രയും ദേഷ്യം ഉണ്ടായിട്ടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത്. നീ എന്താടാ അച്ഛനെ ഒട്ടും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ ഇറങ്ങിപ്പോയാൽ അച്ഛൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയൂ. ഇന്നലെ രാത്രിയെങ്കിലും നീ മടങ്ങി വരുമെന്ന് വിചാരിച്ചു. എന്നിട്ട് വരാത്തോണ്ടാ ഞാൻ രാവിലെ പോകുന്നത്. എന്തിനാ ഇപ്പൊ അമ്മ വന്നത്? വേണ്ടമ്മേ, തൽക്കാലം ഞങ്ങൾ ഇനി ആ വീട്ടിലേക്കില്ല. മോനെ, നീ അമ്മയെ പരീക്ഷിക്കരുത്. പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അമ്മയല്ലമ്മേ, ഞാനും ഭാവനയോ. ഞാൻ ഭാവന ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ നാള് മുതൽ തുടങ്ങിയതാ ഓരോ പരീക്ഷണങ്ങൾ. എന്നെയും ഭാവനയെ ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി അമ്മയാ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത്. ശരിയല്ലേ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്തിനാടാ നീ വീണ്ടും വീണ്ടും പറയുന്നേ? കഴിഞ്ഞുപോയ കാര്യങ്ങളാണെന്നും പറയേണ്ടി വന്നാ പറയണ്ട ആന്റി. ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നവരെ സംരക്ഷിക്കുന്നവരുടെ വീട്ടിലേക്ക് ഇനി ഞങ്ങളില്ലമ്മേ. അമ്മ ചെല്ല്. ഇല്ല, നിന്നെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുത്തെ പോവില്ല. അപ്പൊ അവിടെ അമ്മയ്ക്ക് ഞാൻ മാത്രം മതി, ഭാവനയെ വേണ്ടല്ലേ? ഭാവനയ്ക്ക് വേറെ മാനസുണ്ടല്ലോ സൂര്യ. ആന്റി നോക്കൊന്നും വേണ്ട, ഞങ്ങളും ചോറ് തന്നെ കഴിക്കുന്നു. സേതുട്ടാ, വേണ്ട. വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്ന ആന്റി, ഒരു കുടുംബത്തിലും നടക്കാത്ത കാര്യങ്ങളാ നമ്മുടെ രണ്ട് കുടുംബത്തിലും നടക്കുന്നത്. ജയക്കിപ്പോഴും അതൊന്നും മനസ്സിലായിട്ടില്ല മായേ. സൂര്യ, ഞാനിവിടെ തർക്കിക്കാനോ സംസാരിച്ച് ജയിക്കാനോ വന്നതല്ല. നീ കാരണം നിന്റെ അച്ഛനൊന്നും സംഭവിക്കരുത്. അതുകൊണ്ട് നീ വീട്ടിലേക്ക് വരണം. അച്ഛനല്ലേ ഞങ്ങൾ ഇറക്കി വിട്ടത്. ആദ്യം അച്ഛൻ വന്ന് വിളിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം വരണോ വേണ്ടോ എന്ന്. ഓഹോ, അത് ശരി. അപ്പൊ ഈ അമ്മയ്ക്ക് വിലയില്ല അല്ലേ? സാധാരണ മക്കൾ മാറി നിൽക്കുന്ന പോലെയല്ല സ്വന്തം മക്കൾ പിണങ്ങി മാറി നിൽക്കുന്നത്. ആ വേദന സ്വന്തം മാതാപിതാക്കൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള വേദന മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളും ആ സ്ഥാനത്തെത്തണം. ആര് പറഞ്ഞു ഞങ്ങൾ ആ സ്ഥാനത്ത് എത്തിയില്ലെന്ന്? ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നല്ലേ? അമ്മയ്ക്ക് ഒരു രാത്രി ഞാൻ മാറി നിന്നപ്പോ സഹിക്കുന്നില്ലല്ലേ? അപ്പൊ പിന്നെ ഒരു നോക്ക് കാണാൻ പോലും ആവാതെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഈ നിൽക്കുന്നത് ഒരു അമ്മയാണമ്മേ. അമ്മയുടെ കാപാലികനായ ഏട്ടന്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ട ഒരു കുഞ്ഞിന്റെ അമ്മ. എന്നിട്ടും അവരെ അമ്മ ഇപ്പൊ ആ വീട്ടിൽ താമസിപ്പിക്കുന്നില്ലേ? അതാ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതിനുള്ള മറുപടി ആന്റിക്ക് ഒന്നേ ഉള്ളൂ.
മാനസ. മാനസ് അവിടെ ഉള്ളതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും ഇറക്കി വിടാൻ പറ്റില്ലല്ലോ, അല്ല ആന്റി? മാനസയ്ക്ക് ഒട്ടും താല്പര്യമില്ലാതെയാ അവർ രണ്ടാളും അവിടെ താമസിക്കുന്നത്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ആന്റി. പിന്നെ അവൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ബന്ധം അതായി പോയില്ലേ. വല്യമ്മ കൂടി ആ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചപ്പോ ഒരു കാര്യം വ്യക്തമായി. ആന്റിയുടെ ഏട്ടന്റെ ലക്ഷ്യം ഇപ്പോഴും എന്റെ നാശം തന്നെയാണ്. എന്താ ജയ്, ഇവരീ ചോദിച്ചതിനും പറഞ്ഞതിനും ഒന്നും നിനക്ക് മറുപടിയില്ലേ? അതോ നീയും അവർക്കൊപ്പമാണോ? ഗായത്രി, നീ വെറുതെ ദൈവദോഷം പറയരുത്. എന്നാ പിന്നെ അമ്മ പറഞ്ഞേ പറ്റൂ, എന്തിനാ അവരെ വീണ്ടും അവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന്. പറയാൻ മറുപടി വേണ്ടേ സൂര്യ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്നറിയാം. കാരണം അത്രമാത്രം തെറ്റുകൾ എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ അവരെ സഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് പറയാൻ എനിക്ക് ആവില്ല. ഒന്ന് ഞാൻ പറയാം, അതൊരിക്കലും ഭാവനയെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാന്നുള്ളത് ജയ പറ. എന്തിനാ ഇങ്ങനെ വെറുതെ എല്ലാവരും ശത്രുവാക്കുന്നത്? അമ്മ പറയില്ലെന്ന് എനിക്കറിയാം. അതിന് മാത്രമുള്ള എന്തോ ഒന്ന് ഇതിന് പിന്നിലുണ്ട്. അമ്മ അവരെ എത്ര കാലം സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ആന്റി, സൂര്യ സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് നിൽക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കണ്ടു തുടങ്ങിയതാ നിങ്ങളെ രണ്ടുപേരെ. അന്ന് പരസ്പരം മത്സരിച്ച് സ്നേഹം പങ്കിട്ടവര് ഇന്ന് രണ്ട് ധ്രുവങ്ങളിലാണ്. അതിന്റെ കാരണക്കാരിയും ആന്റി തന്നെയാ. സമ്മതിച്ചു, തെറ്റല്ല എന്റെ തന്നെയാ. അതല്ല തിരുത്താനും ഞാൻ തയ്യാറാ. പക്ഷെ എന്റെ കുടുംബത്തെ എനിക്ക് വേണം.